തുടരും, ആലപ്പുഴ ജിംഖാന, ഹണ്ട് തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ഇതുപോലത്തെ ഒരു ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ അപ്ഡേറ്റ് വേല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. 2023 വേല സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് OTT വന്നിട്ടുണ്ടായിരുന്നില്ല. നല്ല അഭിപ്രായമാണ് വേലയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. ഷേനികമാണ് സിനിമയിലെ നായകൻ. ഈ സിനിമയുടെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് വേല സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഈ മാസം പകുതിയോടുകൂടി വേല സിനിമ റിലീസിനെത്തും. അടുത്തൊരു അപ്ഡേറ്റ് ചെക്ക്മേറ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതും ഒരു ത്രില്ലർ സിനിമയാണ്. ലാലും അനൂപ് മേനോനാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് ചെക്ക്മേറ്റ് സ്വന്തമാക്കിയത്. ആമസോൺ പ്രൈമാണ് ചെക്ക്മേറ്റിന്റെ OTT വാങ്ങിച്ചിരിക്കുന്നത്. മെയ് മാസത്തിലാണ് സിനിമയുടെ റിലീസ്. അടുത്ത അപ്ഡേറ്റ് കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ്. പുതിയ താരങ്ങളാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയ്ക്ക് നല്ല അഭിപ്രായമാണ് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. സിനിമ ഇറങ്ങിയിട്ട് 2 വർഷം കഴിഞ്ഞു. ഇപ്പോഴാണ് ആമസോൺ പ്രൈം സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. മെയ് മാസം ലാസ്റ്റ് വീക്കിലാണ് കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് എന്ന സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് മാനവലിംഗ ഉഗ്രഹം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഫാമിലി കോമഡി മൂവിയാണ്. ഇന്ദ്രജിത്ത് വിൻസിയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTTക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. തിയേറ്ററുകളിൽ നിന്ന് നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ആമസോൺ പ്രൈമാണ് മാനവലിംഗ ഉഗ്രഹത്തിന്റെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. മെയ് മാസം 20 മുന്നേ സിനിമ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് കപ്പ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു സ്പോർട്സ് ഡ്രാമ മൂവിയാണ്. മാത്യു തോമസ് ആണ് സിനിമയിലെ നായകൻ. സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ഈ സിനിമയ്ക്ക് വേണ്ടി ആരാധകർ കാത്തിരിക്കുന്നുണ്ട്. സൈനാപ്ലയാണ് കപ്പ് എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ മെയ് മാസം 16 മുന്നേ സൈനാപ്ലയിൽ റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ആക്ഷൻ മൂവിയാണ്. പക്ഷെ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. മമ്മൂട്ടിയാണ് സിനിമയിലെ നായകൻ. ഗൗതം വാസ്തവ് സിനിമയിലുണ്ട്. പക്ഷെ സിനിമയ്ക്ക് വേണ്ടത്ര നല്ല അഭിപ്രായം നേടിയെടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് ബസൂക്ക ഇപ്പോൾ OTT റിലീസിന് ഒരുങ്ങുകയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. മെയ് മാസം 30 മുന്നേ ബസൂക്ക സിനിമ നെറ്റ്ഫ്ലിക്സിൽ റിലീസാവും. അടുത്തൊരു അപ്ഡേറ്റ് ബിഗ് ബൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. സൺനെക്സ്റ്റ് ആണ് ബിഗ് ബൻ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. അനുമോഹൻ, വിനയ് ഫോർട്ട് ആണ് ബിഗ് ബൻ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. നേരത്തെ സിനിമയുടെ OTT പ്രഖ്യാപിച്ചതാണ്, പിന്നീട് പോസ്റ്റ്പോൺ ചെയ്തു. മെയ് മാസം 28 ബിഗ് ബൻ സിനിമ സൺനെക്സ്റ്റിൽ OTT റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് രാമചന്ദ്രൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി ആക്ഷൻ മൂവിയാണ്. എവറേജ് അഭിപ്രായമാണ് രാമചന്ദ്ര സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഈ സിനിമയുടെ OTTക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. 2021 രാമചന്ദ്ര സിനിമ റിലീസായത്. നിവിൻ പോളിയാണ് സിനിമയിലെ നായകൻ. ഇപ്പോൾ ഇതാ ആമസോൺ പ്രൈം രാമചന്ദ്ര സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. മെയ് മാസം 30 മുന്നേ ആമസോൺ പ്രൈമിൽ രാമചന്ദ്ര ബോസണക്കോട് സിനിമ റിലീസാവും. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് സ്വന്തം പുണ്യാളൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി ത്രില്ലർ സിനിമയാണ്. നല്ല അഭിപ്രായമല്ല സിനിമയ്ക്ക് ലഭിച്ചത്. സിനിമ തിയേറ്ററിൽ പരാജയപ്പെട്ടു. അനശ്വര രാജൻ, ബാലു വർഗീസ്, അർജുന അശോകനാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതാ പുണ്യാളൻ സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് പുണ്യാളൻ സ്വന്തമാക്കിയത്. സിനിമ മെയ് മാസത്തിൽ തന്നെ റിലീസാക്കുന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. മെയ് 25 സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ആലപ്പുഴ ജിംഖാന എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ് ജിംഖാന. നസ്ലാണ് സിനിമയിലെ നായകൻ. ഒരുപാട് യുവതാരങ്ങൾ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു ബോക്സിംഗിന്റെ കഥയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. സിനിമയിൽ കോമഡിയും റൊമാൻസും ഉണ്ട്. ഗാലിദ് റഹ്മാനാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ആലപ്പുഴ ജിംഖാനയുടെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് ജിംഖാന സ്വന്തമാക്കിയത്. മെയ് മാസം ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ജൂൺ മാസം ആദ്യ വാരമായിട്ട് ജിംഖാന ആമസോൺ പ്രൈമിൽ റിലീസാവും. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഹണ്ട് സിനിമ കാത്തിരുന്ന് ആരാധകർ മടുത്തിരിക്കുകയാണ്. മനോരമ മാക്സ് ആണ് ഹണ്ട് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. പക്ഷെ അവർ OTT റിലീസ് ചെയ്യുന്നില്ല. ഇപ്പോഴത്തെ അവസാനം ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. മെയ് മാസം 15 മനോരമ മാക്സിൽ ഹണ്ട് സിനിമ റിലീസാക്കും. ഭാവനയാണ് ഹണ്ട് സിനിമയിലെ നായിക. ഷാജി കൈലാസാണ് ഹണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു മിസ്റ്ററി ഹൊറർ സിനിമയാണ് ഹണ്ട്. അവസാനത്തെ അപ്ഡേറ്റ് തുടരുമെന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നിലവിൽ 100 കോടി ക്ലബിൽ ഇടം പിടിച്ച സിനിമയാണ് തുടരും. മോഹൻലാലാണ് തുടരും സിനിമയിലെ നായകൻ. തുടരും ഒരു ത്രില്ലർ സിനിമയാണ്. തരൻമൂർത്തിയാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് തുടരുന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. അതുപോലെ സാറ്റലൈറ്റ് അവകാശം ഏഷ്യാനെറ്റും. സിനിമ ഈ മാസം എന്തായാലും റിലീസിനെത്തില്ല. കാരണം അത്രയ്ക്ക് ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ് തുടരുമെന്ന സിനിമ. ഹൗസ്ഫുൾ ഷോയാണ് തുടരുമെന്ന സിനിമയ്ക്ക്. അതുകൊണ്ട് ജൂൺ മാസം ഫസ്റ്റ് വീക്കിലായിരിക്കും തുടരുമെന്ന സിനിമ ജിയോ ഹോട്ട്സ്റ്റാറിൽ റിലീസിനെത്തുന്നത്. അപ്പോൾ ഇനിയും ഒരുപാട് സിനിമകൾ ഈ മാസം വരാനുണ്ട്. നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTT അപ്ഡേറ്റിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.